ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ, എല്ലാവരും USSന്റെ ഒക്കെ അടിപൊളി പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഒരു അടിപൊളി ചോദ്യം പരിചയപ്പെടുത്തി തരാനാണ് മിസ് വന്നിട്ടുള്ളത്. അതായത് സാധാരണ നമുക്കൊരു ചോദ്യം കണ്ടാൽ നമ്മൾ ആദ്യം പേടിക്കും അല്ലെ? ചോദ്യം ചെയ്യാൻ പറ്റൂ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ തോട്ടാണ്. ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടി ഉള്ളിൽ വരും. അങ്ങനെ പേടിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം കാണുമ്പോൾ അയ്യോ എൻ്റെ അമ്മ ഇത് എങ്ങനെയാ ചെയ്യുക എന്നൊരു ചെറിയ ടെൻഷൻ നമ്മുടെ ഉള്ളിൽ വരും. പക്ഷെ സംഗതി ഭയങ്കര സിമ്പിളാടാ. ചോദ്യം കാണിച്ചു തരാം. ഇവിടെ തന്നിരിക്കുന്നത് ഇങ്ങനെയാ അല്ലേ? 1111 ഡിവൈഡഡ് ബൈ 4444. അതായത് 1111 ഡിവൈഡഡ് ബൈ 4444 പ്ലസ് 222 ഡിവൈഡഡ് ബൈ 888 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 3/4. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില എന്താണ്? നമ്മൾ വിചാരിക്കും ഈശ്വര ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ, ഇങ്ങനെയൊക്കെ ആലോചിക്കും അല്ലെ? ഇതൊക്കെ ആഡ് ചെയ്യണം, എന്നിട്ട് ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. മിസ്സേ പെട്ട് ഒരു പെടലുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ നോക്കി, 111 ഡിവൈഡഡ് ബൈ 444 അല്ലേ? ഞാൻ എഴുതുവാണ് ഇവിടെ 1111. അതങ്ങനെ തന്നെ എഴുതി. ഇനി ഈ 444നെ ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റുവാണ്. 4444 എന്ന് പറഞ്ഞാൽ 4 × 1111 അല്ലേ? സംശയമുണ്ടോ? എടാ 111 × 4 അല്ലേ 4444 എന്ന് പറയുന്നത്? അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ ആളെ എഴുതുന്നു 222. അങ്ങനെ തന്നെ എഴുതി. താഴത്ത് 888 ആണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാം, 4 × 222 എന്ന് എഴുതാം. 4 × 2 8, 4 × 2 8, 4 × 2 8 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 3/4. ഇവിടെ നോക്കുക, ഇവിടെയുള്ള ഈ 111ഉം നോക്കണേ, ഇവിടെയുള്ള ഈ 111ഉം ഈ 111ഉം കട്ടായിപ്പോയി. ഈ 222ഉം ഈ 222ഉം കട്ടായിപ്പോയി. ബാക്കി ആരാ ഉള്ളത്? ബാക്കി ആരൊക്കെയാ? ഇവിടെ ഒരു 1/4 കിടപ്പുണ്ട്, പ്ലസ് ഇവിടെയും ഒരു 1/4 കിടപ്പുണ്ട്, പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 3/4. 1/4 പ്ലസ് 1/4 എന്ന് പറഞ്ഞാൽ 2/4 ആണ്. 2/4നോട് ആരെ കൂട്ടിയാൽ 3/4 കിട്ടും? സിമ്പിൾ അല്ലേ? അതായത് ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, 1/4 പ്ലസ് 1/4 എന്ന് പറഞ്ഞാൽ 2/4 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 3/4. ആരെ എവിടെ കുറവുള്ളത്? എക്സിന്റെ വാല്യൂ എന്താണ്? 1/4 ആണ്. എക്സിന്റെ വാല്യൂ 1/4. ഇത്ര സിമ്പിൾ ആണ് കാര്യം. ചോദ്യം കാണുമ്പോൾ നമ്മൾ വളരെ ടെൻഷൻ അടിക്കുമെങ്കിലും ഉത്തരം കാണുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത്. കാരണം ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് വിചാരിച്ച് നമ്മൾ ഒഴിവാക്കി കളയുന്നത്. അപ്പൊ ഇതേപോലുള്ള ട്രിക്സുകളിലൂടെയും ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് ചോദ്യങ്ങളിലൂടെയാണ് നമ്മുടെ എന്ത് പോകുന്നത്, USS ബാച്ച് ഇപ്പൊ അവഞ്ചേഴ്സ് ബാച്ചിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആരെങ്കിലും ഇനിയും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളുക. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ ചാപ്റ്റേഴ്സിലും ഇതേപോലെ ഷോർട്ട് കട്ടുകളും ട്രിക്കുകളും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസും ഒക്കെ തന്നെ സെറ്റാക്കി നിങ്ങൾക്ക് USS എക്സാം നേടിത്തരാനും കൂടെ ക്ലാസ്സുകളിൽ ടോപ്പർ ആവാനും വേണ്ടി നമ്മളെ സഹായിക്കും. അപ്പൊ ഇപ്പൊ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തുകൂടെ ഓഫർ ഉണ്ട്, ഒരു സ്മാർട്ട് വാച്ച് കിട്ടാനുള്ള ചാൻസ് കൂടി ഉണ്ട്. ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, മറക്കണ്ട. 10th ജാനുവരി വരെ നമുക്ക് സമയമുണ്ട്. വേഗം തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് ഒരു സ്മാർട്ട് വാച്ച് കിട്ടിയിട്ട് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, USSഉം നേടാം, അടിപൊളിയായിട്ട് ക്ലാസ്സിലെ ടോപ്പറും ആവാം.